നമസ്കാരം, സിനൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, നമുക്കിന്നൊരു കേക്ക് ഉണ്ടാക്കിയാലോ? അതും നട്ട്സും ഡേറ്റ്സും ഒക്കെ ഇട്ട ഒരു സൂപ്പർ കേക്ക്. ആദ്യം നമുക്ക് കുറച്ച് ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ആൽമണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വാൾനട്ട് ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കാം. കുരുവൊന്നും ഇല്ലാതെ അതിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് ഇതൊന്ന് ഇളക്കിയെടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയായാലും മതി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിനകത്തേക്ക് ഇതിട്ട് കൊടുക്കുക. നട്ട്സും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുതിരണം. ഒരു അരമണിക്കൂർ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ ചേർത്ത് ഒന്ന് ഇടഞ്ഞെടുത്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വീതം കറുവാപ്പട്ട പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്, ഗ്രാമ്പൂവും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചത് ഇവ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മുടെ കേക്ക് ടിന്നിൽ അല്പം മായം പുരട്ടിയെടുക്കാം. ബട്ടർ, ഈ അൺസോൾട്ടഡ് ബട്ടർ തന്നെ അല്പം തേച്ച് കൊടുക്കാം. എന്നിട്ട് അല്പം മൈദപ്പൊടിയും കൂടെ ഇട്ട് അതിനൊന്ന് കുടഞ്ഞെടുക്കാം. ഒന്ന് തട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാനും റെഡി. നമുക്കിനി ഓറഞ്ച് സെസ്റ്റും കൂടെ റെഡിയാക്കി വയ്ക്കാം. ഓറഞ്ചിൻ്റെ തൊലി വളരെ സൂക്ഷിച്ച് നമുക്കൊന്ന് ചിരണ്ടിയെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന അൺസോൾട്ടഡ് ബട്ടർ ഒരു 100 ഗ്രാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ രണ്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്കൊരു 3 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയുടെ പകുതി ചേർത്ത് ഒന്ന് ആദ്യം ഇളക്കാം.
ഇനി ബാക്കിയുള്ള പൊടിയുടെ ഒരു 2 ടേബിൾ സ്പൂൺ പൊടി മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചേർത്തിളക്കാം. നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടി നമ്മുടെ നട്ട്സും ഡേറ്റ്സും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചേർത്തൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മളപ്പോൾ മാവിനകത്തേക്ക് ഇട്ട് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് താന്നു പോകത്തില്ല, അന്നേരം നട്ട്സും ഡേറ്റ്സും കൂടെ. നമുക്ക് നമ്മുടെ ഈ നട്ട്സ് മാവിനകത്തേക്കിട്ട് ഒന്ന് പതിയെ ഒന്ന് ഇളക്കിയെടുക്കാം. ഓറഞ്ച് സെസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പതിയെ ഇളക്കിയെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ഓവനെ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മൊത്തം 40 മിനിറ്റാണ് നമ്മൾക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. ആദ്യത്തെ 20 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിലും ബാക്കിയുള്ള 20 മിനിറ്റ് 160 ഡിഗ്രി സെൽഷ്യസിലും നമുക്കിതിനെ ബേക്ക് ചെയ്ത് എടുക്കാം. ഓരോരുത്തരുടെയും ഓവനിന് വ്യത്യാസം കാണും. എനിക്കിവിടെ 40 മിനിറ്റാണ് ഇത് ബേക്ക് ആവാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ നമുക്ക് ഒന്ന് വെളിയിലെടുക്കാം. നമ്മളുടെ ബട്ടർ മെൽറ്റ് ചെയ്ത് അല്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ചൂടോടെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കേക്കിൽ ഉപയോഗിച്ച അൺസോൾട്ടഡ് ബട്ടർ തന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. പൊടിച്ചു വെച്ച പഞ്ചസാര ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഇതൊന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്കിതിനെ മുറിച്ചെടുക്കാം. നമ്മുടെ നട്ടി ഫ്രൂട്ടി കേക്ക് റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടേക്ക് കെയർ ആൻഡ് ബൈ.